വീണ്ടും വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് വിവരങ്ങൾ നൽകുന്നതിനായി ശ്രീനഗറിൽ നന്ദഗോപനുണ്ട്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ചേരും. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ ഉണ്ട്. അവിടെ നമുക്കറിയാം ഈ 29 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 26 പേരുടെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങളിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. ഈ മൃതദേഹങ്ങൾ, തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. ശ്രീനഗർ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും തിരക്കിട്ട ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ കൂടി നടക്കുന്നുണ്ട്. അതേസമയം ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും നിരന്തരം ഭാരതവുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ആക്രമണത്തെ അപലപിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരമൊരു ആക്രമണം, വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടായ ഈ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾ. പക്ഷേ ഇതിനെതിരെ എന്ത് നടപടിയിലേക്കാണ് ഭാരതം കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ, ഈ വിഷയത്തിലെടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? വീണ, വൈകുന്നേരം 6 മണിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ഈ നിർണായകമായ യോഗം രാജ്യതലസ്ഥാനത്ത് ചേരുന്നത്. ഇപ്പോൾ ശ്രീനഗറിൽ ഉള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. രാജ്യതലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തുടർച്ചയായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗദിയിൽ നിന്നും ഇന്ന് രാവിലെ ഡൽഹിയിൽ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അടിയന്തര യോഗം വിളിച്ചു. അതിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം പിന്നീട് 11 മണിയോടുകൂടി കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദിയും അതിനുശേഷം പിന്നീട് നാവികസേനയുടെ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയും സൗത്ത് ബ്ലോക്കിൽ പ്രതിരോധ ആസ്ഥാനത്ത് എത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും ചില കാര്യങ്ങൾ പ്രതിരോധ മന്ത്രിയെ ധരിപ്പിച്ചു. ഈ 2 സേനാ മേധാവികളും മടങ്ങിയതിനു ശേഷം പ്രതിരോധ മന്ത്രി പിന്നീട് ഇക്കാര്യം ടെലിഫോണിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്ക് നടക്കാൻ പോകുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഈ നിർണായകമായ നീക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. ഈ യോഗത്തിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ശ്രീനഗറും ഡൽഹിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ശക്തമായ തിരിച്ചടി ഈ ഭീകരർക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ നമ്മൾ ഉറിയിൽ തിരിച്ചടി എന്ന നിലയിൽ POJKയിൽ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. പുൽവാമയിലെ ഭീകരാക്രമണത്തിൻ്റെ മറുപടി പാകിസ്ഥാനിലെ ജെയ്ഷെ ആസ്ഥാനത്ത് നടത്തിയ എയർ സ്ട്രൈക്ക് ആയിരുന്നുവെങ്കിൽ ഈ പഹൽഗാമിൻ്റെ തിരിച്ചടി ഏത് ദിശയിലാകും എന്നതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നീക്കങ്ങളാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്തും ശ്രീനഗർ കേന്ദ്രീകരിച്ചും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ, അതേസമയം പൂഞ്ചിൽ വീണ്ടും പ്രകോപനമുണ്ടാക്കാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. ഈ വിഷയങ്ങളിൽ പക്ഷേ തങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന ഒരു പ്രതികരണം കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികളിലേക്കും പാകിസ്ഥാൻ കടന്നിരിക്കുന്നു. പാകിസ്ഥാന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? വീണ, പാക് പ്രകോപനം അതിർത്തിയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് രാവിലെയും പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി എന്നത് ശ്രദ്ധേയമായി. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാൻ വീണ്ടും ഈ രീതിയിൽ അതിർത്തി മേഖലകളിൽ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. നമുക്കറിയാം 2001-ൽ നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതാണ്. അതിന് മുൻപ് ഒരു ഘട്ടത്തിൽ തുടർച്ചയായ ഷെല്ലാക്രമണങ്ങൾ നടന്നിരുന്നു.
എന്നാൽ ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം പൊതുവെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം അതിർത്തിയിലെത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ നയതന്ത്ര ബന്ധങ്ങളില്ല. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കാര്യമായ ചർച്ചകൾക്ക് പാകിസ്ഥാനുമായി പോയിട്ടില്ല. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഒരു തരത്തിലുമുള്ള ചർച്ചകൾ, അതായത് പാകിസ്ഥാൻ എപ്പോഴാണോ ഭാരതത്തിനെതിരെ നടത്തുന്ന ഈ നിഴൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് അപ്പോൾ മാത്രമേ ഇനിയും ചർച്ചയുള്ളൂ എന്ന കരുത്തുറ്റ നിലപാട് പാകിസ്ഥാന് മുന്നിൽ നരേന്ദ്രമോദി സർക്കാർ വെച്ചു. അതിനാൽ ചർച്ച നടക്കുന്നില്ലെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ഈ അതിർത്തി പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം പാക് അനുകൂല ഭീകര സംഘടനകൾ 26 ഭാരതത്തിൻ്റെ പൗരന്മാരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. അതും മത അടിസ്ഥാനത്തിൽ അമുസ്ലിങ്ങളാണോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മ വിശ്വാസികളാണോ എന്ന് പേരെടുത്ത് ചോദിച്ചും അവരുടെ വസ്ത്രങ്ങൾ മാറ്റി നോക്കിയും ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഈ വെടിവെപ്പ് നടത്തിയത്. അതിനാൽ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രത്യാക്രമണം പാകിസ്ഥാനോ അതല്ലെങ്കിൽ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ താവളത്തിലേക്കോ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതായി ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ഇന്ത്യ അതിശക്തമായ പ്രത്യാക്രമണം പാകിസ്ഥാനിലേക്ക് നടത്തി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ആദ്യഘട്ടത്തിൽ പ്രകോപനം തുടങ്ങിയത് പാകിസ്ഥാനാണ്. ഭാരതത്തിന്റെ അതിർത്തി മേഖലകളിലേക്ക് വ്യാപകമായ ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. ഇതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഭാരതത്തിന്റെ അതിർത്തി രക്ഷാസേന BSF ശക്തമായ പ്രത്യാക്രമണം നടത്തിയത്. പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ചില സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു BSFന്റെ പ്രത്യാക്രമണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പൂഞ്ചിൽ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ബാരാമുല്ലയിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ നുഴഞ്ഞുകയറ്റ ശ്രമം സുരക്ഷാസേന തകർത്തിരിക്കുകയാണ്. അതും ഇന്ന് പുലർച്ചെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ബാരാമുല്ലയിലൂടെ നുഴഞ്ഞു കയറാൻ ഭീകരർ ശ്രമിക്കുന്നുവെന്ന രഹസ്യ വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയും അവിടേക്ക് സൈന്യം ഇരച്ചെത്തുകയുമായിരുന്നു. പിന്നീട് നടന്ന നിർണായകമായ ഓപ്പറേഷനിൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിക്കുകയും ഇവരുടെ പക്കൽ നിന്നും AK-47 ഉൾപ്പെടെയുള്ള തോക്കുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈന്യം എല്ലാ അർത്ഥത്തിലും ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും എപ്പോഴാണ് ഇതിന്റെ തിരിച്ചടി എന്നത് മാത്രമാണ് ചോദ്യം ചിഹ്നം. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് ആകുമോ അതോ ഒരു എയർ സ്ട്രൈക്ക് ആകുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളാണ് ഇപ്പോൾ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വളരെ സജീവമായി നടക്കുന്നത്. വീണ, അതേസമയം ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരിക ഡൽഹിയിലേക്കായിരിക്കുമോ? അങ്ങനെ അവിടെ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണോ? അത്തരം തീരുമാനങ്ങളെക്കുറിച്ച് അറിയാവോ? രാമചന്ദ്രൻ, കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം സംബന്ധിച്ചും കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൗതം? വീണ, ഈ 26 പേർ കൊല്ലപ്പെട്ടതിൽ കേരളത്തിൽ നിന്നുള്ളത് മലയാളി രാമചന്ദ്രനാണ്. അദ്ദേഹം കൊച്ചി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇന്ന് രാത്രിയോടുകൂടി കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എയർ ഇന്ത്യ വിമാനത്തിൽ ശ്രീനഗറിൽ നിന്നും ഉച്ചതിരിഞ്ഞ് ഡൽഹിയിലെത്തിക്കും. അവിടെ നിന്ന് പിന്നീട് വിമാനമാർഗം കൊച്ചിയിലേക്ക് എത്തിക്കും. അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടി ശ്രീനഗറിൽ നിന്നും മുഴുവൻ മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വൈകുന്നേരത്തോടു കൂടി അവരവരുടെ ജന്മഗ്രാമങ്ങളിലേക്ക് ഈ ഭൗതികദേഹം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ശ്രീനഗറിൽ നടക്കുന്നത്. രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവിടെ ഈ 26 പേരുടെയും ഭൗതികദേഹത്തിന് മുന്നിൽ അദ്ദേഹം അന്ത്യാഞ്ജലി രാഷ്ട്രത്തിനായി അർപ്പിക്കുകയും പിന്നീട് വിങ്ങിപ്പൊട്ടുന്ന ബന്ധുക്കളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് മുന്നിൽ വാവിട്ട് കരയുന്ന കാഴ്ച നമ്മൾ ശ്രീനഗറിൽ നിന്നും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം ഇന്നലെ ഈ ഭീകരവാദികൾ അഴിഞ്ഞാടിയ പഹൽഗാമിലേക്ക് എത്തിയത്. അവിടുത്തെ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ നടന്ന ഭീകരാക്രമണത്തെ പറ്റി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ NIA-യുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് അദ്ദേഹത്തെ വിശദീകരിച്ചത്. അദ്ദേഹത്തിനൊപ്പം ജമ്മു കാശ്മീർ പോലീസിന്റെ മേധാവിയും ഉണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ശ്രീനഗറിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയാണ്. എന്നാൽ അദ്ദേഹം ഉച്ചതിരിഞ്ഞ് ഒരുപക്ഷെ ഡൽഹിയിലേക്ക് തിരിക്കും. കാരണം വൈകുന്നേരം 6 മണിക്കാണ് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ശരി ഗൗതം.